കഴിഞ്ഞ കുറേ നാളുകളായി ശാന്തമായിരുന്ന കശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം. പഹൽഗാം എന്ന ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന കശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര പോയിന്റിലേക്കാണ് തീവ്രവാദികൾ നിറയൊഴിച്ചത്. 27 മരണമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ ഇതുവരെ കണക്കു നൽകുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്വം ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നൊരു പുതിയ സംഘടന ഏറ്റെടുത്തു. ഇതിനു മുമ്പ് അവിടെ പാക് അധിനിവേശ സപ്പോർട്ടുള്ള പലതരം റെസിസ്റ്റൻറ്റ് ഫ്രണ്ടുകൾ എന്ന് അവകാശപ്പെടുന്ന തീവ്രവാദികളായിരുന്നു ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയൊരു സംഘടനയാണ് ആക്രമണം നടത്തിയത്. അവർ കശ്മീർ ലിബറേറ്റ് ചെയ്യുക, കശ്മീരിനെ സ്വതന്ത്രമാക്കുക എന്നൊരു ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നവരാവാനാണ് സാധ്യത. പക്ഷേ ആരാണ് യഥാർത്ഥ പ്രതികളെന്നതിനെക്കുറിച്ച് പട്ടാളവും പോലീസും അവിടുത്തെ കശ്മീരിലെ ലോക്കൽ പോലീസും പുതിയ റിപ്പോർട്ടുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായാലും അതിക്രൂരമായാണ് ആക്രമണങ്ങൾ നടന്നത് എന്നതിനെക്കുറിച്ച് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന രാജസ്ഥാനിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ ഉടുമുണ്ട് പൊക്കി നോക്കി മുസ്ലിങ്ങളാണോ ഹിന്ദുക്കളാണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഹിന്ദുക്കളാണെന്ന് മാത്രം മനസ്സിലാക്കിയതിന് ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ട്. ഇത് എത്രമാത്രം സത്യമാണെന്നതിനെക്കുറിച്ച് പറയേണ്ടത് പോലീസാണ്, പിന്നീട് സ്ഥിരീകരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ അങ്ങനെയും മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നുണ്ട്. എന്തു തന്നെയായാലും ശരി, ഇതൊരു നിഷ്ഠൂരമായ കൊലപാതകമാണ്. ഇങ്ങനെയൊരു കൊലപാതകം കശ്മീരിലെന്നല്ല ലോകത്തെവിടെയും നടക്കാൻ പാടില്ലാത്തതാണ്. മതം നോക്കി മനുഷ്യരെ കൊലപ്പെടുത്തുക, തങ്ങളുമായി ബന്ധമില്ലാത്ത, യാതൊരു ബന്ധവുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യരെ, വിനോദസഞ്ചാരത്തിന് വേണ്ടി ജീവിതത്തിലൊന്ന് സന്തോഷിക്കാൻ വേണ്ടി വരുന്ന മനുഷ്യരെ കൊലപ്പെടുത്തുക എന്നത് കേട്ടുകേൾവിയില്ലാത്ത സംഭവം എന്ന് പറയുന്നില്ല, പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. അമിത് ഷാ അവിടത്തേക്ക് തിരിക്കുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ലോക്കൽ സപ്പോർട്ടുകളുണ്ടോ അല്ല പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയവരാണോ ഇതിന് പിന്നിലെന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഉടനെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതായിരിക്കും. എന്തു തന്നെയായാലും ഇത്തരം ആക്രമണങ്ങൾ കശ്മീരിലെ അടുത്ത കാലത്തായി വളരെ രീതിയിൽ കുറഞ്ഞിരുന്നു. കൃത്യമായ മിലിറ്ററി ഇടപെടലുകളിലൂടെ കശ്മീരിനെ ഒരു ശാന്തിയുള്ള പ്രദേശമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത്. കശ്മീരിൽ വലിയ രീതിയിൽ വിനോദസഞ്ചാരികൾ, അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളും ഇന്ത്യയിൽ നിന്നുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ആക്രമണം നടന്നത് എന്നത് അവിടുത്തെ ടൂറിസ്റ്റ് മേഖലയെ കൂടി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മുൻകാലങ്ങളിൽ പൊളിറ്റിക്കൽ പാർട്ടികൾ ഉൾപ്പെടെ നടത്തിയിരുന്ന ഭീകരാക്രമണമാണ് ഇപ്പോൾ പുതിയൊരു സംഘടന ഏറ്റെടുത്തതെന്നതാണ് അതിലേറ്റവും ഗുരുതരമായ കാര്യം. പഴയകാല സംഘടനകളെ ട്രാക്ക് ചെയ്യാൻ അവരെ എളുപ്പമായിരുന്നു, പക്ഷേ പുതിയൊരു സംഘടനയെ ട്രാക്ക് ചെയ്യുക എന്നത് അത്രത്തോളം എളുപ്പമല്ല. ഇനി വളരെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ടി വരും കേന്ദ്ര സർക്കാരും ഇൻ്റലിജൻസ് ഏജൻസിയും. എന്തായാലും ഉടനെ തന്നെ ഇതിനുള്ള പ്രതികാര നടപടികളുമായും തുടരുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക്, പരിക്കേറ്റവർക്കൊക്കെയുള്ള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കും. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ പുനരധിവാസം ഉൾപ്പെടെ നടപ്പിലാക്കാനുള്ള സാധ്യത ഉടനെ തന്നെ ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. കശ്മീരിൽ നടന്ന ഈ ഒരു സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ.